എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. 3 കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് അറിയാവുന്നവരാവാം, അല്ലെങ്കിൽ ഒട്ടും പരിചയമില്ലാത്തവരാവാം, ആരെങ്കിലും ആവട്ടെ. പക്ഷെ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്നൊരു അറിവാണ് ഈ 3 കാര്യങ്ങളും. ഒന്ന്, സോഫ്റ്റ്വെയർ. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ? എന്താണ് സോഫ്റ്റ്വെയർ? രണ്ടാമത്തത്, അതിനെ എത്രയായി തരംതിരിക്കാം? ഹാർഡ്വെയർ സെപ്പറേറ്റ് ഇരിക്കട്ടെ, അത് നോക്കുന്നില്ല. ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഫേംവെയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫേംവെയർ, അതുപോലെ മാൽവെയർ. സോഫ്റ്റ്വെയർ, ഫേംവെയർ, മാൽവെയർ, ഈ 3 എന്താണ് വ്യത്യാസം? ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലെ ഡൗട്ട് തീരും. നിങ്ങൾക്ക് പരിചയമുള്ള ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കൂ. പല ഇലക്ട്രോണിക്സ് ഫീൽഡിലുള്ളവരാവാം, ടെക്നിക്കൽ ഫീൽഡിലാവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന, അങ്ങനത്തെ കോഡിങ് ചെയ്യുന്ന വിഭാഗത്തിലാകാം. എവിടെ വേണമെങ്കിലും ചോദിച്ചോളൂ. പലർക്കും ഇതിന് വ്യക്തമായ ഉത്തരമില്ല. അറിയാവുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് അത് സാധാരണക്കാരിലേക്കും നമ്മൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിലേക്കും പരിപൂർണമായിട്ട് അതിൻ്റെ അറിവെത്തിക്കുക എന്നുള്ളതാണ് വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വലിയൊരു സംഭവമൊന്നുമല്ല. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സംഗതി അത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഡിവൈസ് വേണം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ആവശ്യമാണ്. ഡിവൈസിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഏറ്റവും നല്ല ഉദാഹരണമാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം, ഇപ്പോൾ വിൻഡോസ് ഒരു സോഫ്റ്റ്വെയറാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനകത്തേക്ക് വർക്ക് ചെയ്യുന്നു. അതിൽ തന്നെ ഉൾപ്പെട്ടപ്പോൾ MS ഓഫീസ് ആവാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ആവാം, അതല്ലെങ്കിൽ മറ്റേ ലക്ഷക്കണക്കല്ലേ കോടിക്കണക്കിന് സോഫ്റ്റ്വെയറൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് സോഫ്റ്റ്വെയർ എന്ന് പൊതുവെ പറയുന്നത്. എന്നാൽ ഈ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി IC പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അതിനൊറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ളിലൊരു സോഫ്റ്റ്വെയർ വേണം. കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ മദർ ബോർഡിൽ പറയുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ബയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ, ഒരു IC ആണ്, ചിപ്പിൻ്റെ പേരാണ് ബയോസ് സെക്ഷൻ എന്ന് പറയും. ആ ബയോസ് സെക്ഷനിൽ ആദ്യമായി അതിലോട്ടൊരു സോഫ്റ്റ്വെയർ, വളരെ ചെറിയൊരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യും. അപ്പോഴാണ് അതിന് ജീവൻ വരുന്നത്. ആ സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് ഫേംവെയർ. അപ്പം ഫേംവെയർ ഡിവൈസിലോട്ടല്ല ചെയ്യുന്നത്, ഇതുപോലെ ഒരു ഉൽപ്പന്നങ്ങളുടെ ICൻ്റെ വർക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പോഴാണ് കമ്പ്യൂട്ടർ മദർ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതിലോട്ട് എന്തൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയും, ഹാർഡ് ഡിസ്ക് കൊടുക്കേണ്ടി വരും, മൗസ്, കീബോർഡ്, അതുപോലെ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ലഭിക്കുന്നത് ആ ഫേംവെയർ അതിലോട്ട് ലോഡ് ചെയ്യുമ്പോഴാണ്. അതാണ് ഫേംവെയറിൻ്റെ ഒരു ഉദാഹരണം. രണ്ടാമത്തത്, നമ്മൾ സാധാരണ ഒരു കാൽക്കുലേറ്റർ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന, അതിനകത്ത് എങ്ങനെയൊക്കെ കൂട്ടണം, പ്രസ് ചെയ്യണം, അതിനകത്ത് മാനുഫാക്ചർ ചെയ്തു വരുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. അതിലോട്ടൊരു ഫേംവെയർ ലോഡ് ചെയ്യുന്നു, ആ സമയത്ത് അത് വർക്ക് ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിളാണ്, ഇപ്പം ഈ വിവാദമൊക്കെ കെട്ടടങ്ങിയെന്ന് തോന്നുന്നു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതൊരു ഫേംവെയറിൽ വർക്ക് ചെയ്യുന്നതാണ്, സോഫ്റ്റ്വെയർ അല്ല. അതാണ് ഫേംവെയർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതിലോട്ട് ആ ഹാർഡ്വെയറിൽ ഏതൊക്കെ ബട്ടണുകൾ എങ്ങനെ സ്വരൂപിക്കണം, അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടി ഒരു ഫേംവെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ അല്ല. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡിവൈസിലേക്ക് അത് വർക്ക് ചെയ്യാൻ, മറ്റെന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഫേംവെയർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വർക്ക് ചെയ്യണം, ആ ഉപകരണം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. മറ്റൊന്ന് വാഷിംഗ് മെഷീൻ. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഏതൊക്കെ സെൻസറുകൾ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് ഇറ്റ്സ് എ ഫേംവെയർ. അതാണ് ഫേംവെയർ. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നെറ്റ് വഴി ചെയ്യാം, മറ്റ് CD വഴി ചെയ്യാം. എന്നാൽ ഫേംവെയർ നമ്മളൊരു പ്രോഡക്റ്റിലേക്ക്, ഒരു ചിപ്പിലോട്ട് പ്രോഗ്രാം ചെയ്യാൻ അതിന് തീർച്ചയായും പ്രോഗ്രാമർ എന്നൊരു ഉപകരണം വേണം. പ്രോഗ്രാമർ പണ്ടൊക്കെ സെപ്പറേറ്റ് പ്രോഗ്രാമർ ആയിരുന്നു. ഇപ്പം ICSP, ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. അതിനകത്ത് 4 പിന്ന് സെപ്പറേറ്റ് അതിന് വെച്ചിരിക്കും. അതുപയോഗിച്ച് അതിനും ഒരു പ്രോഗ്രാമർ വെച്ച് കോഡിങ്ങിനെ ബൈനറി രൂപത്തിൽ അതിലോട്ട് ഇൻറ്റേർണലായിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ് അതായി മാറുന്നത്. അപ്പോഴാണ് അത് വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ടെലിവിഷൻ, TV നോക്കുകയാണെങ്കിൽ അതും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. അതിനകത്തേക്ക് ഒരു ഫേംവെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ TVക്ക് ജീവൻ വരുന്നു. അപ്പോഴാണ് അത് ഓണാവുന്നതും മറ്റുള്ള ആൻറ്റിനയിൽ നിന്ന് വരുന്ന സിഗ്നൽ സ്വീകരിക്കാനും എല്ലാ ഡീകോഡിങ്ങും എൻകോഡിങ്ങും ഒക്കെ ചെയ്യാൻ പ്രാപ്തമാകുന്നത്. വീഡിയോ സിഗ്നൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഫേംവെയർ അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതാണ്. അപ്പോൾ ഒന്നാമത്തത് സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞു. അതുപോലെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസിലോട്ട് അതിൻ്റെ വർക്കിങ്ങും മറ്റുള്ള കമ്മ്യൂണിക്കേഷനും വേണ്ടി ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും അതിൻ്റെ തയ്യാറെടുപ്പ്, അതിൻ്റെ ഹാർഡ്വെയറിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അതിന് സെപ്പറേറ്റ് പ്രോഗ്രാമർ എന്ന ഉപകരണം വേണം. അത് ഫേംവെയർ. ഇത് രണ്ടും അല്ലാത്തതാണ് മാൽവെയർ. മാൽവെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. അതിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത
എന്തെങ്കിലും സോഫ്റ്റ്വെയറിനെയൊക്കെ ശല്യം ചെയ്യുക, ശല്യപ്പെടുത്തുക, നശിപ്പിക്കുക, ഹാർഡ്വെയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അങ്ങനെ കൃത്രിമമായി ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ശത്രുക്കൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് പ്രോഗ്രാമറൊന്നും വേണ്ട, അത് സോഫ്റ്റ്വെയർ വഴി ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു പ്രശ്നങ്ങളാണ്, ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ് പൊതുവെ പൊക്കിക്കൊണ്ടുവരിക. ഏതൊരു സാരഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെ നിരീക്ഷിക്കും, പഠിക്കും. അത് വളരെ ഒരു എന്താ പറയുക, ഈ ഫീൽഡ് ഒട്ടും പരിചയമില്ലാത്ത പോലെ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്താൽ അതിലുള്ള 99.9% സോഫ്റ്റ്വെയറും ഈ പറഞ്ഞ എല്ലാ നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിക്കോളൂ, നോക്കാമല്ലോ ഏതാണെന്നുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, അത് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നോക്കൂ, നിങ്ങളുടെ മൈക്രോഫോണിൻ്റെ പെർമിഷൻ, വീഡിയോ പെർമിഷൻ, കോണ്ടാക്റ്റ് പെർമിഷൻ ഓരോന്നും എലൗ എന്ന് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യൂ. വാട്സാപ്പ് കംപ്ലീറ്റ് എലൗഡാണ്. എലൗ അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ആവില്ല. പ്ലേ സ്റ്റോറിൽ അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നീ ഇതൊക്കെ ടിക്ക് ചെയ്താൽ മാത്രമേ നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ നീ ഉപയോഗിക്കേണ്ട, ഇന്ന് മറ്റേ ജോലി നോക്കിക്കോ എന്ന് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ ഒരു ആപ്പിന് മാത്രമല്ല നിരീക്ഷണം, എല്ലാ ആപ്പുകളും എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ പോലീസുകാരൊക്കെ മൊബൈൽ ഫോണിൻ്റെ പിന്നാലെ അന്വേഷിച്ച് നടക്കുന്നത്. പ്രതികളെ കിട്ടാൻ വേണ്ടി എങ്ങനെ പോകുന്നത്? നിരീക്ഷണമുണ്ട്. നിരീക്ഷണം ഇല്ലാത്ത സാധനങ്ങളില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സ്വയം ടവർ ഉണ്ടാക്കി ഒറ്റയ്ക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നിങ്ങളുടെ കൂട്ടുകാർ സെപ്പറേറ്റ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഇല്ലാതെ വരും. അല്ലാതെ ഏത് ആപ്ലിക്കേഷൻ അതൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് എല്ലാ സോഫ്റ്റ്വെയറും ഇന്നെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ ഏതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് വെച്ച് ഇവരൊക്കെ നിങ്ങളെ പുറകെ നടന്ന് നിരീക്ഷിക്കുമെന്നൊന്നും അർത്ഥമൊന്നുമില്ല. അതിനോട്ട് സമയം ഉണ്ടാവില്ല. കോടിക്കണക്കിന് ആൾക്കാരെ നിരീക്ഷിക്കാനിരുന്നാൽ അവർക്ക് വേറെ തൊഴിലൊന്നുമില്ലേ. സെലക്ട് സംഭവിക്കാൻ കാരണം ഈ സിസ്റ്റം അങ്ങനെയാണ്. അതിൽ നിന്ന് ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അത്യാവശ്യം ഈ ഫീൽഡിൽ അറിയാവുന്നവരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തരൊന്നും വിളിച്ച് പറയാതെ കുറച്ചൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുക. ഇതൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1 സോഫ്റ്റ്വെയർ, 2 ഫേംവെയർ, മാൽവെയർ. ഈ 3 നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ മറ്റ് വിഷയങ്ങളുമായി ഇനി കാണുന്നവരെ ഗുഡ് ബൈ.